നമസ്കാരം. ഡിസംബർ 18-19 ദിവസങ്ങളിൽ OTT റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. സിനിമാ ബണ്ടി എന്ന ശ്രദ്ധേയമായ തെലുങ്ക് ചിത്രത്തിന് ശേഷം പ്രവീൺ പ്രഭാറാം സംവിധാനം ചെയ്യുന്ന മലയാളം വെബ് സീരീസ് ആണ് ഫാർമ. നിവിൻ പോളി അഭിനയിക്കുന്ന ആദ്യത്തെ വെബ് സീരീസ് കൂടിയാണ് ചിത്രം. കുറെ കാലമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിവിന്റെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായി ഫാർമ മാറുമോ എന്ന് കണ്ടറിയാം. തമിഴ് നടൻ ശരത് കുമാർ, രാജ്ബി ഷെട്ടി, ശ്രുതി രാമചന്ദ്രൻ, നരൻ എന്നിവരും ഈ സീരീസിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നാളെ ഡിസംബർ 19 റിലീസ് ചെയ്യും. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ഒരു മെഡിക്കൽ ഡ്രാമ ത്രില്ലർ സീരീസാണിത്. മരുന്നു കമ്പനിക്കാർ തമ്മിലുള്ള മത്സരവും അവയ്ക്ക് പിന്നിലെ രാഷ്ട്രീയവും സിനിമ ചർച്ച ചെയ്യുന്നു. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായാണ് എത്തുന്നത്. മമ്മൂട്ടിയോടൊപ്പം ഗോകുൽ സുരേഷ് മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. തിയേറ്ററിൽ പരാജയപ്പെട്ട ചിത്രം 2025 ജനുവരി 23 റിലീസ് ചെയ്തിരുന്നത്. പിന്നീട് വളരെ വൈകിയാണ് ചിത്രം OTTയിൽ എത്തുന്നത്. ZEE5 ആണ് ചിത്രം OTT റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടി ചിത്രങ്ങൾ OTTയിൽ വിറ്റുപോകുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട്. മമ്മൂട്ടി നായകനായ ബസൂക്ക ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അടുത്തത് ഇന്ന് OTTയിൽ ഇറങ്ങിയ മറ്റൊരു ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രം കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. ശരത് ജി മേനോൻ രചനയും സംവിധാനവും നിർവഹിച്ച് 2022 പുറത്തിറങ്ങിയ ഫാമിലി ക്രൈം ത്രില്ലർ മിസ്റ്ററിയാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. ചിത്രത്തിൽ ധീരജ് ഡെന്നി, ആദ്യ പ്രസാദ്, ഇന്ദ്രൻസ്, ജോയി മാത്യു എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്നു. ഒരു ഹൈറേഞ്ച് ഗ്രാമത്തിലെ സൗഹൃദ കൂട്ടായ്മയെയും അവിടെ നടക്കുന്ന അപ്രതീക്ഷിതമായ ഒരു കൊലപാതകത്തെയും കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ടു പോകുന്നത്. ശരത് എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗ്രാമത്തിലെ ലോക്കൽ പോലീസും സുഹൃത്തുക്കളും തമ്മിലുള്ള ബന്ധവും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. ചിത്രം ഡിസംബർ 14 മഴവിൽ മനോരമയിൽ റിലീസ് ചെയ്തിരുന്നു. ശേഷം ഇന്ന് ഡിസംബർ 18 OTT റിലീസ് ചെയ്യുകയായിരുന്നു. അടുത്തതും ഒരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. 2023 പുറത്തിറങ്ങിയ പർപ്പിൾ പോപ്പിൻസ് എന്നാണ് ചിത്രത്തിന്റെ പേര്. തിയേറ്ററിൽ വൻ പരാജയമായിരുന്ന ചിത്രം മനോരമ മാക്സിൽ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതൊരു ഡോക്യുമെന്ററി വെബ് സീരീസ് ആണ്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത നിതാരി ട്രൂത്ത് ലൈസ് ഓർ മർഡർ എന്ന ഡോക്യുമെന്ററി സീരീസ്. ചിത്രം ഇപ്പോൾ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിൽ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അടുത്ത OTT റിലീസ് ഒരു കന്നഡ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഗ്രീൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം ZEE5ൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ഏറ്റവും ആദ്യം നിങ്ങളുടെ മുൻപിൽ എത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.